Shall we turn to the book of Psalm 103 and read verse 4? 103-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് തിരിയാം. അതിന്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിച്ചിരിക്കുന്നു. He crowns you with loving kindness and tender mercies. അവൻ ദയയും ആർദ്രകരുണയും കൊണ്ട് നിന്നെ അണിയിക്കുന്നു. He crowns you with tender mercies. അവൻ നിന്നെ ആർദ്രകരുണ കൊണ്ട് അണിയിക്കുന്നു. Yesterday we saw all about mercies. ഇന്നലെ രാത്രി നാം ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിച്ചു. Today we are going to think about tender mercies of God. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആർദ്രകരുണയെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. The word tender mercies occur only in the English Bible. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ മാത്രമാണ് ആർദ്രകരുണ എന്ന അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. Oh, it is not in my Tamil Bible. തമിഴ് വേദപുസ്തകത്തിലും ഇല്ല. Brother told me he is not finding it in his Malayalam Bible. മലയാളം ബൈബിളിലും അത് കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. Tender mercies. ആർദ്രകരുണ. The word tender has its own meaning. ആർദ്ര കരുണ എന്നുള്ളതിന് അതിന്റേതായ പ്രത്യേക അർത്ഥമുണ്ട്. Years ago I was with Pastor P.M. Philip, one of the founders of the Indian Pentecostal Church in Vadavadu. കോട്ടയത്തെ വടവാതൂരിലെ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി.എം. ഫിലിപ്പിനോടുകൂടെ ഞാൻ അവിടെ പോയിരുന്നു. Oh, he loved me with all his heart. തന്റെ പൂർണ്ണ ഹൃദയത്തോടെ അദ്ദേഹം എന്നെ സ്നേഹിച്ച മനുഷ്യനാണ്. He was trying to make me happy in every way. എല്ലാ വിധത്തിലും എന്നെ സന്തോഷിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. One day we were walking in his garden. ഒരു ദിവസം അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഞങ്ങൾ നടക്കുകയായിരുന്നു. There was a short coconut tree. അവിടെ പൊക്കം കുറഞ്ഞ ഒരു തെങ്ങുണ്ടായിരുന്നു. But it was full of tender coconuts. അതിനകത്ത് നിറച്ച കരിക്ക് പിടിച്ചിരുന്നു. I said, "Oh, how nice." ഇത് എത്ര മനോഹരമായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. He asked me, അദ്ദേഹം ചോദിച്ചു, "You like tender coconuts?" നിങ്ങൾക്ക് ഇളനീര് നിങ്ങൾ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നോ? I said, "I like it very much." ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടമാണ്. Immediately he threw off his shirt. ഉടനെ അദ്ദേഹം തന്റെ ഷർട്ട് ഊരിക്കളഞ്ഞു, folded up his dhoti. തന്റെ മുണ്ട് തെറുത്ത് കയറ്റി. He himself ran up the tree. അദ്ദേഹം തന്നെ ആ തെങ്ങിന്റെ മുകളിൽ കയറി. He climbed up to the top. അതിന്റെ മുകളിൽ അറ്റം കയറി. Brought down bunches after bunches of tender coconut. അവിടെ ഇളനീര് കുലകുലയായി താൻ വെട്ടിയിട്ടു. ആ കത്തി കൊണ്ടുപോടോ. പെട്ടെന്ന് കത്തി കൊണ്ടുപോയെന്ന് പറഞ്ഞു. They brought the knife. എന്നിട്ട് അവരെ കത്തി കൊണ്ടുവന്നു. He himself broke it open. അദ്ദേഹം തന്നെ കരിക്ക് ചെത്തി. Gave it to me. അതെനിക്ക് നൽകി. How is the water? വെള്ളം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. This is very nice. വളരെ വളരെ മധുരം. He gave it one to my wife. എന്റെ ഭാര്യയ്ക്ക് ഒരു കരിക്ക് one to my son Paul. എന്റെ മകൻ പോളിനൊന്ന് കൊടുത്തു. Again one to me. എന്നിട്ട് ഒരു കരിക്ക് വീണ്ടും തന്നു. Went on drinking. ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. Then he said, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, one more. ഒന്നുകൂടെ കുടിക്കുക. I told him, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, if I take one more tender coconut, ഞാൻ ഇനിയും ഒരു കരിക്ക് കൂടെ കുടിച്ചാൽ I will fall dead. ഞാൻ ഇപ്പൊ ഇവിടെ മരിച്ചു വീണുപോകും. Because my belly is so overflowing with tender coconut. കാരണം കരിക്ക് വെള്ളം കുടിച്ച് എന്റെ വയറങ്ങ് നിറഞ്ഞു പോയി എന്ന് ഞാൻ പറഞ്ഞു. His heart was so much full of tender mercies. അദ്ദേഹത്തിന്റെ ഹൃദയം ആർദ്ര കരുണയാൽ നിറയപ്പെട്ടിരുന്നു. God also is like that. ദൈവവും അതുപോലെ തന്നെയാണ്. What is the definition of tender? ആർദ്രത എന്നുള്ളതിന്റെ നിർവചനം എന്താണ്? Cruden's Bible Dictionary says, ക്രൂഡൻസിന്റെ ബൈബിൾ ഡിക്ഷണറിയിൽ ഇങ്ങനെ പറയുന്നു, it is the compassionate and forgiving temper. മനസ്സലിവും ക്ഷമിക്കുന്നതുമായ സ്വഭാവത്തിനാണ് ആർദ്രത എന്ന് പറയുന്നത്. It is explained in Ephesians 4:32. എഫേസ്യ ലേഖനം 4:32 അത് വിവരിച്ചിട്ടുണ്ട്. Oh, God is full of tender mercies. ദൈവം ആർദ്ര കരുണയുള്ളവനാണ്. And he always looks to you as a tender person. ദൈവം നമ്മെ ആർദ്രതയുള്ളവനായിട്ടാണ് കാണുന്നത്. He looks at every one of you as a tender person. നമ്മെ ഓരോരുത്തരെയും ദൈവം കാണുന്നത് ആർദ്രതയുള്ളവരായിട്ടാണ്. The Bible says, വേദപുസ്തകം പറയുന്നു, in John 1:12, യോഹന്നാൻ സുവിശേഷം 1:12, anyone who asks Jesus Christ or the Almighty God to come into his her heart, he says, he gives them power to become his child. തന്റെ ജീവിതത്തിലേക്ക് കർത്താവായ യേശുവിനെ ദൈവത്തെ ക്ഷണിക്കുന്ന ഏതൊരു പുരുഷനെയും സ്ത്രീയെയും അവൻ തന്റെ ആർദ്ര കരുണയോടെ തന്റെ മക്കൾ എന്ന് താൻ സംബോധന ചെയ്യുന്നു. When you say, Lord, നാം കർത്താവേ, I cannot run my own life. ഞാൻ എന്റെ ജീവിതം ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുമ്പോൾ, I cannot handle my life. എനിക്ക് എന്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യുവാൻ സാധ്യമല്ല. Better you come over and take over my life. എന്റെ ജീവിതത്തെ അവിടുന്ന് വന്ന് സ്വീകരിക്കുമോ എന്ന് നാം ആവശ്യപ്പെടുമ്പോൾ, he says, from today you are my child. കർത്താവ് പറയുന്നു, ഇന്നു മുതൽ നീ എന്റെ പൈതലാണ്. It doesn't stop there. അവിടെ നിർത്തുന്നില്ല. In Romans chapter 8 and verse 17, റോമാലേഖനം 8:17 വാക്യം, he says, you are my crown prince. അവൻ പറയുന്നു, നീ എന്റെ രാജകുമാരനാണ്. You are my crown princess. എന്റെ രാജകുമാരിയാണ്. Whatever I have is for you. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്.
But still, how he is looking at you and me. എങ്കിലും കർത്താവ് എങ്ങനെയാണ് നമ്മെ എന്നെയും നിങ്ങളെയും നോക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. Solomon was the crown prince of the kingdom of David. ദാവീദിന്റെ രാജ്യത്തിൽ ശലോമോൻ അവിടുത്തെ രാജകുമാരനായിരുന്നു. But in Proverbs chapter 4 and verse 3, സദൃശവാക്യം 4:3 his mother Bathsheba said, "Oh, he is a tender fellow." അവന്റെ അമ്മ ബത്ശേബ വന്ന് പറയുന്നു, അവൻ ഇളം പ്രായമുള്ളവനാണ്. In 1 Chronicles 22 and verse 5, 1 ദിനവൃത്താന്തം 22:5 and 1 Chronicles 29 verses 1 and 2, 29 1-2 വാക്യങ്ങളിൽ David says, ദാവീദ് പറയുന്നു, "Oh, my son, though he is a crown prince, he is a tender fellow." എന്റെ മകൻ രാജകുമാരനാണെങ്കിലും അവൻ ഇളം പ്രായത്തിലുള്ളവനാണ്. That is what exactly God looks at you and me today and says. ഇന്ന് എന്നെയും നിങ്ങളെയും ദൈവം നോക്കുമ്പോൾ ഇതേ വാക്ക് തന്നെയാണ് നമ്മെക്കുറിച്ച് പറയുന്നത്. If you read Hosea chapter 11 and verse 8, ഹോശേയാവിന്റെ പുസ്തകം 11:8 he says, ദൈവം പറയുന്നു, "Oh, my heart cries out for my tender son, tender daughter." എന്റെ ആർദ്ര കരുണയുള്ള എന്റെ മകന് വേണ്ടി, ആർദ്രതയുള്ള എന്റെ മകൾക്ക് വേണ്ടി എന്റെ ഹൃദയം അയ്യോ ഭാവം കൊള്ളുന്നു. How I long to help my son, my daughter. എന്റെ മകനെ സഹായിക്കുവാൻ, എന്റെ മകളെ സഹായിക്കുവാൻ ഞാൻ എത്രയധികം ആഗ്രഹിക്കുന്നു. Cheer up, my brother. സഹോദര ധൈര്യപ്പെടുക. Cheer up, my sister. എന്റെ സഹോദരി ധൈര്യപ്പെടുക. You may be 70 years old today, 17 വയസ്സ് നിങ്ങൾക്ക് പ്രായം കാണും, or you may be only 17 years old. അല്ലെങ്കിൽ 17 വയസ്സായിരിക്കും. But if you have the Almighty God in you, എന്നാൽ സർവശക്തനായ ദൈവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, if he lives in you, അവൻ നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, he says, അവൻ പറയുന്നു, "Oh, my son is a tender fellow." അതെ, എന്റെ മകൻ I ആർദ്രതയുള്ളവനാണ്. must always help him. അതെ, നിശ്ചയമായിട്ട് ഞാൻ അവനെ സഹായിക്കണം. Even when he does something wrong, I must help him. നാം തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൻ നമ്മെ സഹായിക്കുന്നു. That is what he says. അതുകൊണ്ടാണ്, അങ്ങനെയാണ് കർത്താവ് പറയുന്നത്, I must help him. ഞാൻ അവനെ സഹായിക്കണം. I long to help him. ഞാൻ അവനെ സഹായിക്കുവാൻ വാഞ്ചിക്കുന്നു. There was a very powerful police officer some time ago. ചില കാലങ്ങൾക്ക് മുമ്പ് വളരെ ശക്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. Very straightforward man. വളരെ യുക്തനായ ഒരു മനുഷ്യൻ. Suddenly there were lot of crimes in his city. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചുമതലയുള്ള പട്ടണത്തിൽ വളരെയധികം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു. He tried his level best to catch the culprit. അതിന്റെ കുറ്റവാളിയെ പിടിക്കാനായിട്ട് വളരെ ശ്രമിച്ചു. One day finally he caught him. ഒരു ദിവസം അവസാനമായിട്ട് ആ കുറ്റവാളി അദ്ദേഹം He was പിടികൂടി. about to shoot that criminal, അവനെ വെടിവെച്ച് വീഴ്ത്താനായിട്ട് ശ്രമിക്കുമ്പോൾ but he was horrified. അദ്ദേഹം ഞെട്ടിപ്പോയി. He found that criminal to be his own only son. അവിടെ കണ്ടെത്തിയ കുറ്റവാളി അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രൻ, ഏകപുത്രനായിരുന്നു. Nevertheless he said, എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, "You are a criminal. നീ കുറ്റവാളിയാ. You may be my son, നീ എന്റെ മകനായിരിക്കാം, but you are a criminal. എന്നാൽ നീ എന്റെ മുമ്പിൽ ഇപ്പോൾ കുറ്റവാളിയാ. I must take a decision. ഞാൻ ഒരു തീരുമാനമെടുത്തേ മതിയാവും. I must finish you off." ഞാൻ നിന്നെ തീർക്കും. The son pleaded with him. അദ്ദേഹത്തിന്റെ മകൻ വളരെ യാചിച്ചു. He said, "Daddy, അദ്ദേഹം പറഞ്ഞു, അപ്പാ, this one time forgive me. ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിക്കണം. I will never do it again. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. I promise you." ഞാൻ അങ്ങയോട് വാഗ്ദത്തം ചെയ്യും. ഡാഡി, Take the right decision. ശരിയായ തീരുമാനമെടുക്കണമേ. Please give me one more chance. ഒരു അവസരം കൂടെ എനിക്ക് നൽകണമേ. His straightforward police official father said, ഈ സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ, അവന്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞു, "I have taken the right decision. ഞാൻ ശരിയായ തീരുമാനമെടുത്തിരിക്കുക. Only I know all the atrocities you have done. നീ ചെയ്തിട്ടുള്ള കൊടും ക്രൂരതകൾ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. Somebody must pay for that. അതിന് ആരെങ്കിലും ഒരു വില കൊടുത്തേ മതിയാവും. And you have to be killed. നീ കൊല്ലപ്പെടണം. But instead of killing you, ഞാൻ നിന്നെ കൊല്ലുന്നതിന് പകരം I will kill myself." ഞാൻ എന്നെ തന്നെ കൊല്ലുകയാണ്. He shot himself dead. അദ്ദേഹം തന്നെ വെടിവെച്ച് താൻ മരിച്ചു. That is the tender mercy of a father. അതാണ് ഒരു പിതാവിന്റെ ആർദ്ര കരുണ. That is how the Almighty God also is. സർവശക്തനായ ദൈവം അത് തന്നെയാണ് ചെയ്യുന്നത്. A person of great tender mercy. വളരെ ആർദ്ര കരുണയുള്ള ദൈവം. Because he says, "My son is tender. അവൻ പറയുന്നു, എന്റെ മകൻ ആർദ്ര കരുണയുള്ളവൻ. My daughter is tender. എന്റെ പുത്രി ആർദ്രതയുള്ളവളാണ്. So I must show them tender mercies at all times." എല്ലാ സമയത്തും ഞാൻ അവരോട് ആർദ്ര കരുണ കാണിക്കണം. Sadhu Kochukunji sang like this. സാധു കൊച്ചുകുഞ്ഞ് ഇപ്രകാരം പാടിയിട്ടുണ്ട്. തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീയും
പാപികൾക്കായി തന്നവനാം നീനിയും തള്ളിടുമോ ഏഴയനെ തീരുമോനിൽ സ്നേഹം എന്നിൽ തള്ളിടുമോ ഏഴയനെ തീരുമോനിൽ സ്നേഹം എന്നിൽ അനുഗ്രഹത്തിൽ അധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാറിടത്തിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാറിടത്തിൽ അനുഗ്രഹത്തിൽ അധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ ആനന്ദ കൃപ പേരും നദിയെ ആനന്ദ കൃപ പേരും നദിയെ. Hallelujah. ഹല്ലേലൂയ. I am 67 years old. എനിക്ക് 67 വയസ്സ് പ്രായമുണ്ട്. So don't expect any new songs from me. അതുകൊണ്ട് പുതിയ പാട്ടുകളൊന്നും ഇനി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. I will sing only the first century songs. ഒന്നാം നൂറ്റാണ്ടിലെ പാട്ടുകളായിരിക്കും ഞാൻ പാടുന്നത്. Hallelujah. ഹല്ലേലൂയ. Look at God. ദൈവത്തെ നോക്കാം. God says, I am a God of tender mercy. ദൈവം പറയുന്നു ഞാൻ ആർദ്ര കരുണയുടെ ദൈവമാണ്. Exodus 34 and verses 6 and 7. പുറപ്പാട് പുസ്തകം 34 അധ്യായം 6-7 വാക്യങ്ങൾ. He said, Moses, do you know my name? എന്നിട്ട് ദൈവം മോശയോട് ചോദിക്കുന്നു, മോശെ നിനക്ക് എൻ്റെ പേരറിയാമോ? I am God the merciful. ഞാൻ കരുണയുള്ള ദൈവം. I am God the gracious. ഞാൻ കൃപയുള്ള ദൈവം. I'll keep mercy for 1000 generations. ഞാൻ 1000 തലമുറയോളം കരുണ കാണിക്കുന്നവൻ. Not one day today, but 1000 generations. ഒരു തലമുറയ്ക്ക് മാത്രമല്ല 1000 തലമുറയോളം കരുണ And കാണിക്കുന്നവൻ. I am a God of tender mercy. അതെ, ദൈവം ആർദ്ര കരുണയുള്ള ദൈവം. Oh, if you read Psalm 25 verse 6. 25 സങ്കീർത്തനം 6 വാക്യം നാം വായിക്കുമ്പോൾ 40 and verse 11. 40ന്റെ 11 വാക്യം. 51 and verse 1. 51 സങ്കീർത്തനം 1 വാക്യം. 69 and verse 16. 69 സങ്കീർത്തനം 16 വാക്യം. 77 and verse 9. 77 സങ്കീർത്തനം 9 വാക്യം. 79 and verse 8. 79 സങ്കീർത്തനം 8 വാക്യം. Psalm 119 verse 77. 119 സങ്കീർത്തനം 77 വാക്യം. And verses 156. 156 വാക്യം. Psalm 145 and verse 9. 145 സങ്കീർത്തനം 9 വാക്യം. In all these verses God says, I am a God of tender mercy. ഈ എല്ലാ സങ്കീർത്തന വാക്യങ്ങളിലും തന്നെ ദൈവം തന്നെ കുറിച്ച് പറയുന്നു, ഞാൻ ആർദ്ര കരുണയുള്ള ദൈവം. Oh, he's a God of tender mercy. അതെ, ആർദ്ര കരുണയുടെ ദൈവം. As I said, Cruden says, ക്രൂഡൻസ് പറഞ്ഞതുപോലെ tenderness means ആ ആർദ്രത എന്ന് പറയുന്നത് a compassionate അത് and forgiving. മനസ്സലിവുള്ളതും ക്ഷമിക്കുന്നതുമായ സ്വഭാവം. That is the. അവിടെയാണ് അത് കാണുന്നത്. Oh, that is the nature. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. If you read 2 Chronicles chapter 34 and verse 27. 2 ദിനവൃത്താന്തം 34 അധ്യായത്തിന്റെ 27 വാക്യം നാം You വായിക്കുമ്പോൾ read about a king Josiah, യോശിയാവ് എന്ന് പേരുള്ള ഒരു രാജാവിനെ നാം കാണുന്നു. a God-fearing king. ദൈവഭക്തിയുള്ള രാജാവ്. As soon as he became a king, അദ്ദേഹം രാജാവായി കഴിഞ്ഞ ഉടനെ the first thing he did was to refurnish the whole temple. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് ദൈവാലയം ശുദ്ധീകരിച്ച് അവിടുത്തെ കാര്യങ്ങൾ There ക്രമീകരിക്കുകയായിരുന്നു. they found the law of Moses. അവിടെ മോശയുടെ ന്യായപ്രമാണം അവർ കണ്ടെത്തി. When he read it, അദ്ദേഹം അത് വായിച്ചു. when he read how the curses of God has come upon his people because they never obeyed the laws of God. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാത്തത് മുഖാന്തരം
ദൈവത്തിന്റെ ശിക്ഷ ശാപം തന്റെ ജനത്തിന് മേൽ വന്നത് എങ്ങനെയെന്ന് താൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ he began to cry. അവൻ കരയുവാൻ തുടങ്ങി. He tore off his clothes തന്റെ വസ്ത്രം താൻ കീറിക്കളഞ്ഞു. and wept and wept. ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചു. God says, ദൈവം പറയുന്നു, oh my Josiah, യോശിയാവേ, what a tender heart you have. നിനക്ക് എത്ര ആർദ്രതയുള്ള ഒരു ഹൃദയമാണ് ഉള്ളത്. What a tender heart you have. നിന്റെ ഹൃദയം എത്രയോ ആർദ്രതയുള്ളത്. My dear brothers and sisters, എന്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, that is tender heart. അതാണ് ആർദ്രതയുള്ള ഹൃദയം. He wept because of his tender heart. അവന്റെ ആർദ്ര ഹൃദയം മുഖാന്തരമാണ് അവൻ കണ്ണുനീരൊഴുക്കിയത്. Full of compassion and forgiveness, he wept for his people. തന്റെ ജനത്തിനു വേണ്ടി മനസ്സലിയോടുകൂടെ ക്ഷമിച്ചുകൊണ്ട് അവൻ കണ്ണുനീരൊഴുക്കി. This is what God did. ഇതാണ് ദൈവം ചെയ്തത്. The Bible says, വേദപുസ്തകം പറയുന്നു, God is a God of compassion. ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. When he saw our agony and sorrow, നമ്മുടെ ദുഃഖങ്ങൾ വേദനകൾ അവൻ കണ്ടപ്പോൾ, Hebrews 10:5 says, എബ്രായ ലേഖനം 10:5 പറയുന്നു, the Almighty God, സർവശക്തനായ ദൈവം, the invisible God, അദൃശ്യനായ ദൈവം said, make me a body. അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു ശരീരം ഒരുക്കുക. Make me a body. എനിക്ക് ഒരു ശരീരം ഒരുക്കുക. Because my children are living in flesh and blood in a body, I must go in a body. എന്റെ മക്കൾ ജഡരക്തങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ഞാനും അവരോടൊപ്പം ജഡമെടുത്ത് ചെല്ലണം. Hebrews 2:14 and 15 tells us so. എബ്രായ ലേഖനം 2:14-15 വാക്യങ്ങൾ അത് തന്നെ പറയുന്നു. That's when Matthew 1:23, മത്തായി സുവിശേഷം 1:23, when he came down in the form of a boy, ഒരു ബാലന്റെ ശിശുവിന്റെ രൂപത്തിൽ അവൻ ഭൂമിയിലേക്ക് in the വന്നപ്പോൾ, form of a little boy, ഒരു ചെറിയ ബാലനായി അവൻ വന്നപ്പോൾ, the Bible says, വേദപുസ്തകം പറയുന്നു, he was Emmanuel, God with us. അവൻ ഇമ്മാനുവേലായിരുന്നു, ദൈവം നമ്മോട് കൂടെ. The invisible God with us. അദൃശ്യനായ ദൈവം നമ്മോട് കൂടെ. How was the invisible God? അദൃശ്യനായ ദൈവം എങ്ങനെയായിരുന്നു? What did he do? അവൻ എന്ത് ചെയ്യും? The Bible says, വേദപുസ്തകം പറയുന്നു, in Isaiah 53:5, യെശയ്യാവിന്റെ പുസ്തകം 53:5, 1 Peter 2:24, 1 പത്രോസ് 2:24, he took upon himself every sin of every man, every woman. സകല പുരുഷന്റെയും സകല സ്ത്രീയുടെയും പാപങ്ങൾ അവൻ തന്റെ മേൽ വഹിച്ചു. Matthew 8:17 says, മത്തായി സുവിശേഷം 8:17 പറയുന്നു, he took every infirmity and every disease of every person upon himself. സകല വ്യക്തികളുടെയും രോഗങ്ങൾ വ്യാധികൾ അവൻ തന്നെ ചുമന്നു. Galatians 3:13 says, ഗലാത്യ ലേഖനം 3:13 പറയുന്നു, he took upon himself every curse that should come upon other people. മറ്റുള്ളവരുടെ മേൽ വരുന്ന സകല ശാപവും അവൻ തന്റെ മേൽ വഹിച്ചു. Oh, he gladly took it upon himself. അവൻ സന്തോഷത്തോടെ തന്റെ മേൽ വഹിച്ചു. The Bible says in Isaiah 53 and verse 4, യെശയ്യാവിന്റെ പുസ്തകം 53-4 വാക്യത്തിൽ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, he bore every grief and every sorrow of every person. സകല വ്യക്തികളുടെയും ദുഃഖങ്ങൾ വേദനകൾ അവൻ വഹിച്ചു. Hebrews 2:9 says, എബ്രായ ലേഖനം 2:9, he tasted death for everybody. അവൻ സകലർക്കു വേണ്ടി മരണം ആസ്വദിപ്പാനിട വന്നു. For everybody. സകലരുടെയും മരണം അവൻ ആസ്വദിച്ചു. Finally, അവസാനമായി Galatians 2:20 says, ഗലാത്യ ലേഖനം 2:20 പറയുന്നു, he loved us and gave himself for us. അവൻ നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. On the cross he gave himself for us. അവൻ ക്രൂശിൽ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. Hebrews 1:3, എബ്രായ ലേഖനം 1:3, Hebrews 7:27, 7:29, Galatians 1:4 ഗലാത്യ ലേഖനം 1:4 also say the same thing. ഇതേ വാക്യങ്ങൾ ഇതേ കാര്യം തന്നെ പറയുന്നു. Oh, he gave himself for us. അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു. Taking upon himself every sin, every sorrow and every agony. എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും എല്ലാ പാപങ്ങളും അവൻ തന്റെ മേൽ വഹിച്ചു. Because the Bible says, വേദപുസ്തകം പറയുന്നു, he loves us. അവൻ നമ്മെ സ്നേഹിക്കുന്നു. He loved us. അവൻ നമ്മെ സ്നേഹിച്ചു. Several years ago, അനേക വർഷങ്ങൾക്ക് മുമ്പ് there was a boss for me in my bank. എന്റെ ബാങ്കിൽ എന്റെ മേലുദ്യോഗസ്ഥനായ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. Wonderful man. വളരെ നല്ല ഒരു മനുഷ്യൻ. He is not a Christian. അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. But his life is a marvelous life. എന്നാൽ വിശിഷ്ട ജീവിതം നയിച്ച ഒരു ശ്രേഷ്ഠനായ His മനുഷ്യൻ. wife comes from a very rich family. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. Very generous people. വളരെ ഔദാര്യമുള്ള ആളുകൾ. But after retirement, he was afflicted with cancer. എന്നാൽ അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം ക്യാൻസർ ബാധിച്ചു.
We all wept, why such a thing should come to this man? ഈ ഇത്ര നല്ല ഒരു മനുഷ്യന് ഇപ്രകാരം ഒരു രോഗം എങ്ങനെ വന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചു. His faithful wife looked after him. അദ്ദേഹത്തിന്റെ വിശ്വസ്തയായ ഭാര്യ തന്നെ വളരെ കാര്യമായി ശുശ്രൂഷിച്ചു. Several years he suffered. അനേക വർഷങ്ങൾ അദ്ദേഹം കഷ്ടം അനുഭവിച്ചു. She also suffered with him. ആ സഹോദരി അദ്ദേഹത്തിന്റെ ഭാര്യയും നന്നായി കഷ്ടപ്പെട്ടു. One day he was very serious. ഒരു ദിവസം അദ്ദേഹം വളരെ വളരെ ബലഹീനനായി, രോഗം ഗുരുതരമായി. All the relatives came. എല്ലാ തന്റെ സ്വന്തക്കാരും വന്നു. The doctor said he may die any time. ഏത് സമയത്തും താൻ മരിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. And was about to breathe his last. തന്റെ അന്ത്യശ്വാസം പോകാനുള്ള സമയമായി. His wife said, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, please look after my husband for a minute. ഒരു നിമിഷം എന്റെ ഭർത്താവിനെ ഒന്ന് നോക്കിക്കൊള്ളണമേ. I'll go to the bathroom and come. ഞാൻ ബാത്റൂമിലേക്ക് ഒന്ന് പോയിട്ട് ഇപ്പോൾ വരാം. She went to the bathroom. അവരെ ബാത്റൂമിലേക്ക് പോയി. And he breathed his last. ആ സമയത്ത് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. So they ran to the bathroom. അവര് ബാത്റൂമിലേക്ക് ഓടിപ്പോയി. They tried to knock at it. ആ ബാത്റൂമിന്റെ വാതിൽക്കൽ മുട്ടി. No noise inside. അവിടെ യാതൊരു ശബ്ദവുമില്ല. Finally they broke open the doors of the bathroom. അവസാനം ആ ബാത്റൂമിന്റെ കതക് അവർ തള്ളി തുറന്നു. They found that she has hanged herself. അവൾ തൂങ്ങി മരിച്ച നിലയിൽ അവളെ കണ്ടെത്തി. She wanted to follow her husband not only in the sickness, in the physical agony when he heard in this world, but also to the other side of this world, in the bitterness of death. ഈ ലോകത്തിൽ തന്റെ ഭർത്താവ് കഷ്ടം അനുഭവിച്ചപ്പോൾ മാത്രമല്ല, തന്റെ രോഗത്തിന്റെ കഠിനാവസ്ഥയിൽ മാത്രമല്ല, അടുത്ത ലോകത്തിലേക്കും തന്റെ ഭർത്താവിനെ അനുഗമിക്കുവാൻ ആ സഹോദരി തീരുമാനിച്ചു. That is tender mercy. അതാണ് ആർദ്രതയുള്ള കരുണ. God loves you. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. Oh, he loves you. അവൻ നമ്മെ സ്നേഹിക്കുന്നു. He'll be a part of your life in this world. ഈ ലോകത്തിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നുവെങ്കിൽ, He'll part of your life even while you pass through the valley of death. നിങ്ങൾ മരണനിഴലിൽ താഴ്വരയിൽ കൂടെ കടക്കുമ്പോഴും അവൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. Here is a beautiful song sung by Father Berkman. ഫാദർ ബർക്ക്മാൻ പാടിയിട്ടുള്ള മനോഹരമായ ഒരു ഗാനമുണ്ട്. But I won't sing like him. അദ്ദേഹത്തെ പോലെ എനിക്ക് ഞാൻ പാടുകയില്ല. I will sing like Tenali Raman. തെന്നാലി രാമൻ പാടുന്ന പോലെ ഞാൻ പാടാം. Please bear with me. എന്നെ ദയവായി ക്ഷമിക്കണമേ. ഒരു നാളും കൈവിടില്ല, ഒരു നിമിഷം അകലുകില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നിമിഷം അകലുകില്ല. അമ്മ നൽകും സ്നേഹം പോലെ എന്നെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും, അമ്മ നൽകും, അമ്മ നൽകും സ്നേഹം പോലെ എന്നെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹം പോലെ എന്നെ യേശു സ്നേഹിക്കുന്നു. Why don't you clap your hands and sing with me? എന്നോട് ചേർന്ന് ഞാൻ പാടുമ്പോൾ നിങ്ങളുടെ കരമടിച്ച് പാടുക. Join the Tenali Raman and sing like him. തെന്നാലി രാമനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടാം. Come on, let us sing joyfully. നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ A God of tender mercy. ആർദ്രകരുണയുടെ ദൈവം. He says, I will never leave you nor forsake. അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. In this world I will be with you. ഈ ലോകത്തിൽ ഞാൻ നിങ്ങളോട് ഇരിക്കും. In your sick bed I will be with you. നിങ്ങളുടെ നിങ്ങളുടെ രോഗശൈലിയിൽ ഞാൻ When you leave this world also I will be with you. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. Not even 1 minute I will leave you. ഒരു നിമിഷം പോലും ഞാൻ നിങ്ങളെ വിട്ടു പോകയില്ല. Shall we clap our hands and sing joyfully? നമ്മുടെ കരമടിച്ച് നമുക്ക് സന്തോഷത്തോടെ പാടാം. ഒരു നാളും കൈവിടില്ല, ഒരു നിമിഷം അകലുകില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നിമിഷം അകലുകില്ല. അമ്മ നൽകും സ്നേഹം പോലെ എന്നെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും, അമ്മ നൽകും, അമ്മ നൽകും സ്നേഹം പോലെ എന്നെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹം പോലെ
എന്നെ യേശു സ്നേഹിക്കുന്നു. എനിക്കായി മരിച്ചവൻ, എൻ പാപം ചുമന്നവൻ. എനിക്കായി മരിച്ചവൻ, എൻ പാപം ചുമന്നവൻ. അമ്മ നൽകും സ്നേഹം പോലെ എന്നെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും, അമ്മ നൽകും, അമ്മ നൽകും സ്നേഹം പോലെ എന്നെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹം പോലെ എന്നെ യേശു സ്നേഹിക്കുന്നു. Shall we give a good clap to Jesus? നമുക്ക് യേശുവിനെ നമ്മുടെ കരമടിച്ച് മഹത്വപ്പെടുത്താമോ? Hallelujah. Hallelujah. You know, I have another reason to make you clap. നിങ്ങളെ കൈയടിപ്പിക്കാൻ എനിക്ക് വേറൊരു കാരണം കൂടെ ഉണ്ട്. My wife always tells me when you sing, people go to sleep. എൻ്റെ ഭാര്യ എന്നോട് പറയാറുണ്ട്, നിങ്ങൾ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ ആളുകൾ ഉറങ്ങിപ്പോകുമെന്ന്. So you'll have to wake them up. അതുകൊണ്ട് നിങ്ങളെ ഉണർത്താനും കൂടെയാണ്. Hallelujah. Hallelujah. God of tender mercy. ആർദ്രകരുണയുടെ ദൈവം. Now we will quickly see how he was when he was in this world. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അവൻ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം. Every time people cried unto him, have mercy upon me, he had mercy upon them. ജനങ്ങൾ തന്നോട് കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ച സമയത്തെല്ലാം തന്നെ അവൻ അവരോട് കരുണ കാണിച്ചിട്ടുണ്ട്. In Mark chapter 10 verses 46 to 52. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. A blind man called unto Jesus. ഒരു കുരുടൻ യേശുവിനോട് നിലവിളിച്ചു, You son of God, Jesus, have mercy upon me. ദൈവത്തിന്റെ പുത്രനായ യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ. Mark 10:49 says. മർക്കോസിന്റെ സുവിശേഷം 10:49 When the പറയുന്നു, word mercy fell upon his ears, Jesus stood still. കരുണയുണ്ടാകണമേ എന്നുള്ള ശബ്ദം കേട്ട ഉടനെ യേശു അവിടെ നിശ്ചലനായി നിന്നു. Not even one step he could put further. അതിനപ്പുറം ഒരു ചുവട് പോലും വയ്ക്കുവാൻ യേശുവിന് കഴിഞ്ഞില്ല. That is the love of Jesus. അതാണ് യേശുവിന്റെ സ്നേഹം. If you read Luke chapter 17 and verse 13. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 13-ാം വാക്യം നാം വായിക്കുമ്പോൾ 10 lepers cried out to him. 10 കുഷ്ഠരോഗികൾ അവനോട് നിലവിളിച്ചു, Jesus, Master, have mercy upon us. യേശുവേ യജമാനനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. Immediately he said, യേശു പറഞ്ഞു, Go and show yourself to the chief priest. നിങ്ങൾ പോയി മഹാപുരോഹിതന് നിങ്ങളെ തന്നെ കാണിപ്പീൻ. Immediately they were healed. ആ നിമിഷം തന്നെ അവർ സൗഖ്യം പ്രാപിച്ചു. They asked for mercy. അവരെ കരുണയ്ക്ക് വേണ്ടി ചോദിച്ചു. They got mercy. അവർക്ക് കരുണ ലഭിച്ചു. If you read Mark 1:42-42. മർക്കോസിന്റെ സുവിശേഷം 40 മുതൽ 42. 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. The Bible says, വേദപുസ്തകം a പറയുന്നു, leper came to Jesus. ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്നു. If you are willing, sir, you can heal me. കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ The കഴിയും. Bible says, വേദപുസ്തകം he പറയുന്നു, was moved with compassion അവൻ മനസ്സലിഞ്ഞു, and touched him. അവനെ തൊട്ടു. You know the meaning of compassion? മനസ്സലിവിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? Suffering with another person. മറ്റൊരു വ്യക്തിയോടുകൂടെ കഷ്ടം അനുഭവിക്കുക. Suffering with another person is compassion. മറ്റൊരു വ്യക്തിയോടൊപ്പം കഷ്ടം അനുഭവിക്കുന്നതാണ് മനസ്സലിവ്. The Lord Jesus took over his sufferings. കർത്താവായ യേശു അവന്റെ കഷ്ടതകൾ തന്റെ മേലെടുത്തു. Showed him tender mercy. അവനോട് ആർദ്രകരുണ കാണിച്ചു. Every agony of a leper came upon himself. ഒരു കുഷ്ഠരോഗിയുടെ സകല വേദനയും യേശുവിന്റെ മേൽ വന്നു. And he healed him. അവനെ സൗഖ്യമാക്കി. Years ago, a great man of God by name T.L. Osborne visited one of the cities in Tamil Nadu. തമിഴ്നാട്ടിലെ ഒരു പട്ടണത്തിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് T.L. Osborne എന്ന കർത്താവിന്റെ ദാസൻ സന്ദർശനം നടത്തി. I was quite young that time. ആ സമയത്ത് ഞാൻ വളരെ ചെറുപ്പക്കാരനായിരുന്നു. I saw in the newspapers. ഞാൻ വർത്തമാന പത്രങ്ങളിൽ ഈ വിവരം വായിച്ചു. It is like this. ഇപ്രകാരമാണ് Come എഴുതിയിരിക്കുന്നത്, and see the miracles the living Christ is doing. ജീവിക്കുന്ന ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ വന്ന് I കാണുക. was thrilled.
ഞാൻ വളരെ ആവേശഭരിതനായി. What miracles! ഞാൻ ചിന്തിച്ചു, എന്ത് അത്ഭുതം. It was 40 years ago. 40 വർഷത്തിന് മുമ്പാണ് ഈ സംഭവം. So I collected lot of my relatives, everybody, and went there. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എന്റെ ബന്ധുക്കാരെ ഒക്കെ ഞാൻ വിളിച്ച് ആ സ്ഥലത്തേക്ക് പോയി. Only last 2 days I could go. അവസാനത്തെ 2 ദിവസം മാത്രമേ എനിക്ക് അവിടെ പോകുവാൻ കഴിഞ്ഞുള്ളൂ. I took with me one man by name Mr. Peter Solomon. പീറ്റർ സോളമൻ എന്ന പേരുള്ള ഒരു സഹോദരനെ കൂടെ ഞാൻ ആ യോഗത്തിലേക്ക് കൊണ്ടുപോയി. He had bronchial asthma. അദ്ദേഹത്തിന് ഭയങ്കരമായ ആസ്മ പിടിച്ചിരുന്നു. Oh, every time he'll fight for his life. തന്റെ പ്രാണ വെപ്രാളം കൊണ്ട് അദ്ദേഹം കഷ്ടപ്പെടുമായിരുന്നു. So I took him with me. അദ്ദേഹത്തെ ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോയി. I put a mat and make him lie down by my side. എന്റെ അടുക്കൽ തന്നെ ഒരു പായ വിരിച്ച് ഞാൻ അദ്ദേഹത്തെ അവിടെ കിടത്തി. And when Dr. Osborne preached, ഡോക്ടർ ഓസ്ബോൺ പ്രസംഗിക്കാൻ തുടങ്ങി. when the prayer time came, ആ പ്രാർത്ഥനാ സമയം വന്നു. he talked about blind Bartimaeus. കുരുടനായ ബർത്തിമായിയെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. And he said, you also cry now. നിങ്ങളും അതുപോലെ വിളിക്കുക. Lord, have mercy upon me. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് നിലവിളിക്കുക. And Peter Solomon was by my side lying down. എന്റെ അടുക്കൽ പീറ്റർ സോളമൻ അവിടെ കിടക്കുകയാണ്. He was fighting for his life. അദ്ദേഹം ഇങ്ങനെ ശ്വാസമെടുക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Breathing very hard. വളരെ പ്രയാസപ്പെട്ട് ശ്വാസം Oh, I എടുത്തു. was worried about him. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വളരെ ഭാരം തോന്നി. I said, Lord, let nothing happen to this man. കർത്താവേ, ഈ മനുഷ്യന് ഒന്നും സംഭവിക്കരുതേ എന്ന് ഞാൻ I am responsible for him. കാരണം അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. And the prayer was over. ആ പ്രാർത്ഥന കഴിഞ്ഞു. I did not find him. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇദ്ദേഹത്തെ കാണാനില്ല. I was horrified. ഞാൻ അദ്ദേഹത്തെ Oh my God, what has happened to this man? ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ഭാരപ്പെട്ടു. Suddenly I found him on the platform. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. He took the mic. അദ്ദേഹം മൈക്ക് കയ്യിലെടുത്തു. He said, അദ്ദേഹം പറഞ്ഞു, when Dr. T.L. Osborne said Jesus is passing by your side, യേശു നിങ്ങളുടെ അടുക്കൽ കൂടെ വരുന്നു എന്ന് ടി.എൽ. ഓസ്ബോൺ പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ I cried out, ഞാൻ നിലവിളിച്ചു, Lord Jesus, കർത്താവായ യേശുവേ, don't go without healing me. എന്നെ സൗഖ്യമാക്കാതെ എന്നെ കടന്നു പോകരുതേ. I am suffering so much. ഞാൻ അത്രയധികം കഷ്ടപ്പെടുന്നു. Have mercy. എന്നോട് കരുണയുണ്ടാകണമേ. Have mercy. എന്നോട് കരുണയുണ്ടാകണമേ. Suddenly I saw Jesus. പെട്ടെന്ന് ഞാൻ യേശുവിനെ കണ്ടു. Laid both his hands upon me. അവൻ തന്റെ 2 കരങ്ങളും എന്റെ മേൽ വെച്ചു. I am healed. ഞാൻ സൗഖ്യം പ്രാപിച്ചു. Hallelujah. Hallelujah. This is how healing takes place. ഇങ്ങനെയാണ് സൗഖ്യമുണ്ടാകുന്നത്. Last night Jesus came. ഇന്നലെ രാത്രി യേശു വന്നു. He called many of your name. അനേകരുടെ പേരുകൾ വിളിച്ചു. He laid his hands upon you. നിങ്ങളുടെ മേൽ അവൻ തന്റെ കരം In a വെച്ചു. few minutes he will do it all over again. ചില നിമിഷങ്ങൾക്കകം അതേ കാര്യം കർത്താവ് വീണ്ടും ഇവിടെ ചെയ്യും. He will do it all over again. വീണ്ടും ആ കാര്യം കർത്താവ് ചെയ്യും. The Bible says, വേദപുസ്തകം പറയുന്നു, Luke chapter 4 and verse 40, ലൂക്കോസിന്റെ സുവിശേഷം 4:40, when the eventide came, സന്ധ്യയായപ്പോൾ Jesus laid his hands on everybody who came to him തന്റെ അടുക്കൽ വന്ന എല്ലാവരുടെ മേലും യേശു തന്റെ കരം വെച്ചു. and healed him. അവരെ സൗഖ്യമാക്കി. Oh, it will happen to you. അത് നിങ്ങൾക്ക് സംഭവിക്കും. None of you should be discouraged. നിങ്ങൾ ആരും നിരാശപ്പെടരുത്. Don't say, oh, I was sick for 30 years. ഞാൻ 30 വർഷമായി രോഗിയാണെന്ന് I am sick for 40 years. 40 വർഷമായി രോഗിയെന്ന് പറയരുത്. This diabetes is with me for 25 years. 25 വർഷമായി ഡയബറ്റീസ് ഉണ്ടെന്ന് പറയരുത്. How can I ask him to go? എങ്ങനെ അവനെ വിട്ടുപോകുവാൻ അതെങ്ങനെ വിട്ടുപോകും? How can I ask him to go? അതെങ്ങനെ അവനെ വിട്ടുപോകുവാൻ? We both are great friends. We both are great friends. Not Sam and me, diabetes and myself. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നവരും വലിയ സ്നേഹിതരാണ്. Don't say diabetes and myself are great friends for 25 years. 25 വർഷമായിട്ട് ഡയബറ്റീസും ഞാനും വലിയ സ്നേഹിതരാണെന്ന് എന്നോട് പറയരുത്. Let that evil friend go today. ആ ദുഷ്ട സ്നേഹിതൻ ഇന്ന് പോകട്ടെ. Don't argue with God. ദൈവത്തോട് നിങ്ങൾ തർക്കിക്കരുത്. But cry out. എന്നാൽ നിലവിളിക്കുക. Lord, I cry for your tender mercy. കർത്താവേ, നിന്റെ ആർദ്ര കരുണയ്ക്കായി ഞാൻ നിലവിളിക്കുന്നു. Tender mercy is compassionate. കർത്താവേ, നിന്റെ ആർദ്ര കരുണയും മനസ്സലിവാൻ. Tender mercy is forgiving. ആർദ്രകരുണ എന്ന് പറയുന്നത് ക്ഷമയാണ്. He will forgive your sins, നിങ്ങളുടെ പാപങ്ങളെ അവൻ ക്ഷമിക്കും. your failure, നിങ്ങളുടെ ബലഹീനതകൾ, your shortcoming, നിങ്ങളുടെ കുറവുകൾ. and then he will heal അവൻ നിങ്ങളെ സൗഖ്യമാക്കും because of his compassion. അവന്റെ മനസ്സലിവിനാൽ. Matthew 15:22 says, മത്തായി സുവിശേഷം 15:22 a mother came to Jesus. യേശുവിന്റെ അടുക്കൽ ഒരു അമ്മ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. Sir, have mercy upon me. യജമാനനെ എന്നോട് കരുണയുണ്ടാകണമേ. Because my only daughter is severely affected by the death. എന്റെ ഏകപുത്രി പിശാചിനാൽ വളരെയധികം ബാധിക്കപ്പെട്ട് കിടക്കുന്നു. Jesus said, your faith is great. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം വലിയത്. Go
പോവുക. The devil is gone. ആ പിശാച് പോയിരിക്കുന്നു. Another man came to Jesus. വേറൊരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. Matthew 17:15. മത്തായി സുവിശേഷം 17:15. He said, "Have mercy on my son. എന്റെ മകനോട് കരുണയുണ്ടാകണമേ. Oh, he is afflicted by an evil power. അവൻ ദുഷ്ടശക്തിയാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. He gets fits, O Lord." അവൻ കൂടെ സന്നി വരുന്നു. And suddenly the fits is throwing him into water or into fire. അത് വന്നിട്ട് അവനെ വെള്ളത്തിലും തീയിലും തള്ളിയിടുന്നു. The Lord Jesus said, യേശു കർത്താവായ യേശു "Come പറഞ്ഞു, out, you wretched devil." ആ പിശാചേ പുറത്തു വരിക. And he was healed. അവൻ സൗഖ്യം പ്രാപിച്ചു. Mercy. കരുണ. The mother asked for mercy. അമ്മ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. Father asked for mercy. പിതാവ് കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. And he granted them tender mercy. അവൻ കർത്താവ് അവർക്ക് ആർദ്ര കരുണ നൽകി. Years ago, അനേക വർഷങ്ങൾക്ക് മുമ്പ് I was in Darjeeling. ഞാൻ ഡാർജിലിംഗിലായിരുന്നു. The meetings were over. ആ യോഗങ്ങൾ കഴിഞ്ഞപ്പോൾ I was about to get into the car to leave for Calcutta. ഞാൻ കാറിലേക്ക് കയറുവാൻ തുടങ്ങുന്ന സമയം Another jeep came. വേറൊരു ജീപ്പ് അവിടെ വന്നു. These people have traveled several hours in the jeep. അനേക മണിക്കൂറുകൾ ജീപ്പിൽ യാത്ര ചെയ്താണ് ആളുകൾ അവിടെ എത്തിയത്. They said, "Sir, we heard about the meetings only now." ഇപ്പോൾ മാത്രമേ ഈ യോഗങ്ങളെ കുറിച്ച് ഞങ്ങൾ കേട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞു. They said, "Are you Jesus Christ?" എന്നോട് ചോദിച്ചു, നിങ്ങൾ യേശുക്രിസ്തുവാണോ? I smiled, "What do you want?" ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? They brought a young girl from the jeep. ആ ജീപ്പിൽ നിന്ന് ഒരു യുവതി അവർ വെളിയിലേക്ക് കൊണ്ടുവന്നു. 19-year-old girl. 19 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. I saw her right hand bandaged. ആ വലത്തെ കൈ മുഴുവനും ബാൻഡേജ് ഇട്ടിരിക്കുക. They said this girl has fits. ഈ കുട്ടിക്ക് സന്നി വന്നിട്ടുള്ളതാണ്. One day she was cooking. ഒരു ദിവസം അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ Nobody was there. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. And the fits came. പെട്ടെന്ന് സന്നി വന്നു. Right hand went into the oven. ആ വലത്തെ കൈ അടുപ്പിലേക്ക് പോയി. She never realized. അത് അവൾക്ക് മനസ്സിലായില്ല. And the whole right hand was burned. അവളുടെ വലത്തെ കൈ മുഴുവനും എരിഞ്ഞു പോയി. Oh, she never realized the pain. അവൾക്ക് ആ വേദന അപ്പോൾ അവൾ അറിഞ്ഞില്ല. When I saw the hand, ഞാൻ ആ കരം നോക്കിയപ്പോൾ I broke down and cried. ഞാൻ കരഞ്ഞ് കണ്ണുനീർ വീഴ്ത്തി. Nothing else I could do. എനിക്ക് മറ്റൊന്നും ചെയ്യുവാൻ കഴിയില്ല. So agonizing. ഞാൻ അത്ര വേദനയുള്ള. Fits is a terrible devil. അതെ, സന്നി ഭയങ്കരമായ ഒരു പിശാചാണ്. Another time they brought me a girl. The girl's whole face was full of blisters. വേറൊരു കുട്ടിയെ കൊണ്ടുവന്നു. അവളുടെ മുഖത്ത് മുഴുവനും വല്ലാതെ വ്രണങ്ങൾ നിറഞ്ഞിരുന്നു. I asked the parents, "What's the matter?" എന്ത് സംഭവിച്ചെന്ന് ഞാൻ മാതാപിതാക്കളോട് They said ചോദിച്ചു. she will suddenly get with fits, sir. പെട്ടെന്ന് അവൾക്ക് സന്നി വരും. Anywhere she may fall. എവിടെയും അവൾ വീണു പോകാം. The stones will create these wounds. അങ്ങനെ കല്ല് അടിക്കുന്നതാണ് അവളുടെ മുഖത്ത് ഈ മുറിവുകൾ ഉണ്ടാകുന്നത്. Oh, I wept for her. ഞാൻ അവൾക്ക് വേണ്ടി കരഞ്ഞു. Cried out for mercy. കരുണയ്ക്ക് വേണ്ടി ഞാൻ കരഞ്ഞു. Lord Jesus, കർത്താവായ യേശു, I'm unable to bear this again. എനിക്ക് ഈ വേദന സഹിപ്പാൻ കഴിയുന്നില്ല. Please show your tender mercy. നിന്റെ ആർദ്ര കരുണ വെളിപ്പെടുത്തണമേ. And the hands of Jesus came യേശുവിന്റെ കരങ്ങൾ അവിടെ വെളിപ്പെട്ടു. and touched her. ആ കർത്താവിനെ തൊട്ടു. That was the last day of her suffering. അവളുടെ കഷ്ടതയുടെ അവസാനത്തെ ദിവസം അതായിരുന്നു. Today she is happily married. ഇന്ന് അവള് സന്തോഷത്തോടെ വിവാഹിതയായി She കഴിയുന്നു. has 2 children. 2 കുഞ്ഞുങ്ങൾ അവൾക്കുണ്ട്. 101% hale and healthy. അതെ, 101% സ്വർഗ്ഗം അവളെ സഹായിച്ചു. That is what Jesus Christ can do for you tonight. ഇന്ന് രാത്രിയിൽ യേശുവിന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. As you cry for the tender mercies of the Almighty God, സർവശക്തനായ ദൈവത്തിന്റെ ആർദ്ര കരുണയ്ക്ക് വേണ്ടി നാം നിലവിളിക്കുമ്പോൾ Lord Jesus will say, കർത്താവായ യേശു പറയും, "Yes, അതെ, I came for giving you tender mercy." നിനക്ക് ആർദ്ര കരുണ നൽകുവാനായി ഞാൻ വന്നിരിക്കുന്നു. If you lose this opportunity, ഈ സന്ദർഭം നിങ്ങൾ you നഷ്ടപ്പെടുത്തിയാൽ may never get his tender mercies again. ഇനി ഒരിക്കലും ആർദ്ര കരുണ നിങ്ങൾക്ക് ലഭിക്കയില്ല. But എന്നാൽ if you cry with me tonight ഇന്ന് രാത്രി നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് for his കരയുമെങ്കിൽ tender mercy, അവന്റെ ആർദ്ര കരുണയ്ക്കായി be sure you will get it. നിശ്ചയമായും കർത്താവ് ആർദ്ര കരുണ നിങ്ങൾക്ക് നൽകും. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Shall we sing this chorus together? നമുക്ക് ഒരുമിച്ച് ഈ കോറസ് പാടാമോ? വാടി പോകാതെ മനമേ വാടി പോകാതെ കണ്ടുവന്നു വിളിച്ച ദേവൻ കൈവിടുമോ നിന്നെ കണ്ടുവന്നു വിളിച്ച ദേവൻ കൈവിടുമോ നിന്നെ വാടി പോകാതെ മനമേ
വാടി പോകാതെ. ക്ലേശങ്ങൾ നിൻ ജീവിതത്തിൽ മോടി നിന്നാലും ഈശൻ യേശു ആശ്വാസം തരുമ്പോൾ യാതൊരാനന്ദം. ഈശൻ യേശു ആശ്വാസം തരുമ്പോൾ യാതൊരാനന്ദം. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. കണ്ടുവന്നു വിളിച്ച ദേവൻ കൈവിടുമോ നിന്നെ. കണ്ടുവന്നു വിളിച്ച ദേവൻ കൈവിടുമോ നിന്നെ. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. മനമേ വാടിപ്പോകാതെ. മനമേ വാടിപ്പോകാതെ.